സൗജന്യമെന്ന് കമ്പനി അവകാശപ്പെടുമ്പോഴും മൂന്നാറിലെ ടാറ്റ ആശുപത്രിയിലെ തൊഴിലാളികൾക്ക് കടുത്ത വിവേചനമെന്ന് ആരോപണം. മാനേജ്മെന്റിനും സ്റ്റാഫിനും നൽകുന്ന മികച്ച ചികിത്സാ സൗകര്യങ്ങൾ തങ്ങൾക്ക് നൽകുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. കമ്പനിയുടെ കീഴിലുള്ള ഹൈറേഞ്ച് സ്കൂളിലും കടുത്ത വിവേചനമെന്നാണ് ആക്ഷേപം. കമ്പനി ഉടമസ്ഥതയിലുള്ള ആശുപത്രിയിൽ 3 തട്ടിലാണ് ചികിത്സ. മാനേജ്മെന്റിനും സ്റ്റാഫിനും പ്രത്യേക സജ്ജീകരണങ്ങളുള്ളപ്പോൾ തൊഴിലാളികൾക്ക് അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ആവില്ല. ചെറിയ തുകയിലുള്ള ചികിത്സയാണ് തൊഴിലാളികൾക്ക് ലഭിക്കുക. ഉയർന്ന ജോലിക്കാർക്ക് ഏതറ്റം വരെയും പോകാം. ലേബർക്ക് குறிப்பிட்ட அமௌண்ட் ஒரு 500 600 ஒரு மினிமம் சார்ஜ் வச்சுருப்பாங்க. அந்த மினிமம் சார்ஜுக்குள்ளே தான் லேபருக்கு ட்ரீட்மெண்ட் எடுப்பாங்க. ஸ்டாஃபுக்கு அந்த மாதிரி இல்லை. ஸ்டாஃபுக்கு எத்தனை ரூபா வேணாலும் ട്രീറ്റ്മെന്റ് എടുപ്പാங்க. ഗുരുതര രോഗങ്ങളുമായി എത്തിയാൽ പോലും തൊഴിലാളികൾക്ക് എസ്റ്റേറ്റ് ആശുപത്രിയിൽ നിന്നും റഫറൻസ് അനിവാര്യം. ഇല്ലെങ്കിൽ മണിക്കൂറുകൾ കാത്തിരിക്കണം. எமர்ஜென்சியாக பண்ணல பைசா கட்டியாலும் உடனே பண்ணுவாங்க. அந்த சீட் வரத்திட்டே அவங்களுக்கு முதலுதவி பண்ண மாட்டாங்க. മികച്ച സൗകര്യമുള്ള കമ്പനി സ്കൂളിലും തൊഴിലാളികൾക്ക് വിവേചനമെന്നാണ് പരാതി. ஏன்னா எங்களுக்கு இப்போ கிடைக்க மாட்டேங்கி ஃபீல்ட் ஆஃபீஸர் பிள்ளைகளையும் சேர்த்துக்கிறாங்க. ஏன்னா எங்களுக்கு கிடைக்க மாட்டேங்கி இன்டர்வியூக்கு அனுப்பிடுறாங்க. ஆனால் இன்டர்வியூல போய் அட்டன் பண்ணால் பிள்ளைங்க ஃபர்ஸ்ட் அட்டன் பண்ணிடுது. ஆனால் கிடைக்க മാട്ടേക്കിത്. സ്കൂളിലെ നിശ്ചിത സീറ്റുകളിൽ സംവരണമുണ്ടെങ്കിലും മാനേജ്മെന്റും സ്റ്റാഫും അടുപ്പക്കാരുമാണ് ഇത് സ്വന്തമാക്കുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു. ചികിത്സയിലും വിദ്യാഭ്യാസ രംഗത്തും വലിയ വേർതിരിവാണ് കമ്പനിയിൽ നിന്നും തൊഴിലാളികൾക്ക് നേരിടേണ്ടി വരുന്നത്. കേവലം വിവേചനത്തിനപ്പുറം കടുത്ത മനുഷ്യാവകാശ ലംഘനവുമാണ് ഈ വേർതിരിവ്. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം MS അനീഷ് കുമാർ, റിപ്പോർട്ടർ.